ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഒരു നല്ല സിമ്പിളായിട്ട് ഒരു ഫ്രൈഡ് റൈസും ഒരു ചില്ലി ചിക്കനും ഉണ്ടാക്കി നോക്കിയാലോ. ആദ്യം തന്നെ നമുക്ക് അതിൻ്റെ ഇട്ട് ഒരു കടായി എടുത്ത് അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിക്കാൻ ചൂടാക്കാൻ വേണ്ടിയിട്ട്. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴേക്കും നമ്മൾ മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 3 മുട്ട നല്ല ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് അടിച്ച് വെച്ചിട്ടുണ്ട്. അതിനെ നമുക്ക് ഈ കടായിലേക്ക് ഒഴിച്ച് ചെറിയ തീയിൽ ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. നന്നായിട്ട് സ്ക്രാമ്പിൾ ചെയ്തെടുത്ത് അത് പച്ച ചൊവയുണ്ടാവരുത്. അതിനെ നന്നായിട്ടൊന്ന് ചെറുതായിട്ട് മുറിച്ച് ഒരു നല്ല രീതിയിലൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുത്ത് നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പം ഞാനതിനെ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കുന്നുണ്ട്. നമുക്കിപ്പോൾ അതിനെ മാറ്റി തന്നെ വെച്ചേക്കാം. നമ്മൾ വേറെ കുറേ ഇൻഗ്രീഡിയൻസിൻ്റെ അകത്ത് ആഡ് ചെയ്യാനുണ്ട്. അത് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ സ്ക്രാമ്പിൾ ചെയ്തേക്കുന്ന എഗ്ഗ് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഫ്രൈഡ് റൈസിലേക്ക് ചേർക്കാം. അതിന് ഞാൻ ഈ സ്ക്രാമ്പിൾഡ് എഗ്സ് ഇതിൻ്റെ അകത്തുനിന്ന് മാറ്റിയതിന് ശേഷം അതേ കടായിലേക്ക് തന്നെ കുറച്ചും കൂടെ എണ്ണ ഒഴിച്ച് ഒന്ന് ചൂടാക്കി കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്തേക്ക് ഞാൻ അരച്ച് വെച്ചേക്കുന്ന മിക്സിയിൽ ജാറിൽ ഞാനൊന്ന് ക്രഷ് ചെയ്ത് വെച്ചേക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയുടെ ആ ഒരു മിക്സ് ഇടുന്നുണ്ട്. പിന്നെ ഞാൻ ക്യാരറ്റ്, ബീൻസ്, ക്യാബേജൊക്കെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തുനിന്ന് ഞാൻ ഈ ക്യാരറ്റും ബീൻസും ആദ്യം കടായിലേക്ക് ഇടുന്നുണ്ട്. ഒരുപാട് നേരമൊന്നും നമുക്ക് ഇതിനെ വേവിക്കേണ്ട. നമ്മൾ ചെറുതായിട്ടിങ്ങനെ വളരെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന കാരണം ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും. പിന്നെ ഫ്രൈഡ് റൈസിലൊക്കെ നമ്മൾ ഇടുന്ന വെജിറ്റബിൾസ് ഒന്നും ഒരുപാടങ്ങ് വെന്തുടയേണ്ട കാര്യമില്ല. അത് ചെറുതായിട്ടൊരു പച്ച ഇതിൽ തന്നെ നമുക്ക് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ക്യാരറ്റും ബീൻസും ഞാൻ ഒന്ന് ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന ക്യാബേജും ഇതിൻ്റെ അകത്തേക്ക് ഇടാം. ക്യാബേജിന് അധികം വേവൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇട്ട് കഴിഞ്ഞ് നമ്മൾ ഒരുപാട് നേരം ഒന്നും വെയിറ്റ് ചെയ്യേണ്ട. ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് നമുക്കിതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് തുടങ്ങാം. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് സ്പ്രിംഗ് ഓണിയനും കൂടി എടുത്തിട്ടുണ്ട്. സ്പ്രിംഗ് ഓണിയൻ ഇട്ട് കഴിയുമ്പോഴത്തേക്കിനും വേറൊരു ടേസ്റ്റ് നമുക്കിതിൻ്റെ അകത്ത് കിട്ടും. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ചുകൂടെ കളർഫുള്ളാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഞാൻ എടുത്തേക്കുന്ന ഗ്രീൻ ക്യാപ്സിക്കവും റെഡ് ക്യാപ്സിക്കവും ആണ്. അതിനെ നമുക്ക് ഒരുപാട് വേവിക്കുകയൊന്നും വേണ്ട. കുറച്ചൊരു കളർഫുൾ ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതിൻ്റെ അകത്തേക്ക് ഈ ഗ്രീൻ ആൻഡ് റെഡ് ക്യാപ്സിക്കം ഇട്ടേക്കുന്നത്. അപ്പോൾ നല്ലൊരു കളർഫുൾ ആയിട്ടുള്ള ഒരു ഫീൽ നമുക്ക് കിട്ടും. പിന്നെ നമുക്ക് ഇത്രയും വെജിറ്റബിൾസിന് വേണ്ട ഉപ്പും കൂടി ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതിനൊന്ന് സോട്ട് ചെയ്തിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചേക്കുന്ന സ്ക്രാമ്പിൾഡ് എഗ്സ് ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യാം. അതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിന് ശേഷമാണ് നമ്മൾ ഓൾറെഡി ഞാൻ വെള്ളം ഒഴിച്ച് നമ്മൾ കുറച്ച് ബസ്മതി റൈസ് വേവിച്ച് വെച്ചിട്ടുണ്ട്. അതിനെ നമുക്കിതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ഈ വെജിറ്റബിൾസും സ്ക്രാമ്പിൾഡ് എഗ്സും നമ്മുടെ ക്യാപ്സിക്കം, സോൾട്ട് എല്ലാം കൂടി ഒരുമിച്ച് സോട്ട് ചെയ്തിട്ട് ഞാൻ എടുത്ത് വെച്ചേക്കുന്ന നമ്മുടെ ബിരിയാണി റൈസ് ഉണ്ടല്ലോ, അതിനെ ബസ്മതി റൈസിനെ ഇതിൻ്റെ അകത്തേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. പക്ഷേ എൻ്റെ പാത്രം കുറച്ച് ചെറുതായിപ്പോയി. അതുകൊണ്ട് ഞാൻ ആ പാത്രത്തിനെ മാറ്റി വേറൊരു പാത്രത്തിലേക്ക് ആക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്ത് എനിക്ക് മിക്സ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് സോസുകൾ ഒഴിക്കാം. ആദ്യം ഞാൻ ഒഴിക്കുന്ന ഇതിൻ്റെ അകത്ത് ടൊമാറ്റോ സോസാണ്. ഒരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിക്കുന്നുണ്ട്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ ചില്ലി സോസ് ഒഴിക്കുന്നുണ്ട്. ഞാൻ റെഡ് ചില്ലി സോസാണ് ഒഴിക്കുന്നത്. പിന്നെ 1.5 ടേബിൾ സ്പൂൺ സോയാ സോസ് ഞാൻ ഇതിൻ്റെ അകത്ത് ഒഴിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ഇത് ചോറായതുകൊണ്ട് തന്നെ ഇത് പൊടിഞ്ഞു പോകാനുള്ള സാധ്യത ഒരുപാടുണ്ട്. അത് കാരണം നമ്മൾ വളരെയധികം കെയർഫുള്ളായിട്ട് ഇതിനെ എല്ലാത്തിനെയും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ അകത്ത് നമ്മളിനി ഫൈനലി ആഡ് ചെയ്യാൻ പോകുന്നത് ഒരു ടീസ്പൂൺ പെപ്പർ പൗഡർ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യണം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു ടീസ്പൂൺ
ഷുഗറും കൂടെ ആഡ് ചെയ്യണം. അതൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ ഷുഗർ ആഡ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് നേരം നമ്മൾ വെച്ചിട്ടായിരിക്കുമല്ലോ നമ്മൾ കഴിക്കുന്നത്. അപ്പം ഈ ഷുഗറും ഈ പെപ്പർ പൗഡറും കൂടെ നമ്മൾ ലാസ്റ്റ് ആഡ് ചെയ്തേക്കുന്നതുകൊണ്ട് കുറച്ച് ടേസ്റ്റ് കൂടുതൽ നമുക്ക് തോന്നും. നിങ്ങൾ ഉണ്ടാക്കി നോക്കി കഴിച്ചു നോക്കുക, നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മുടെ ഫ്രൈഡ് റൈസ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചില്ലി ചിക്കൻ ഉണ്ടാക്കാനായിട്ടുള്ള പരിപാടികൾ നോക്കാം. ചില്ലി ചിക്കന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ 1 കിലോ ചിക്കനാണ്, കഴുകി വൃത്തിയാക്കിയിട്ടുള്ള 1 കിലോ ചിക്കനാണ് എൻ്റെ അടുത്തുള്ളത്. ഇതിനെ നല്ല വൃത്തിയായിട്ടൊരു 4-5 വെള്ളത്തിൽ കഴുകി റെഡിയാക്കി വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് ഞാൻ ആഡ് ചെയ്യുന്നത്. കോൺഫ്ലോർ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കതിൻ്റെ അകത്തേക്ക് അടുത്തതായിട്ട് ആഡ് ചെയ്യാനുള്ളത് സോയാ സോസാണ്. സോയാ സോസ് ഞാനൊരു 3/4 ടേബിൾ സ്പൂൺ സോയാ സോസ് ആഡ് ചെയ്യുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്തതായിട്ട് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് പെപ്പർ പൗഡറാണ്. പെപ്പർ പൗഡർ നമ്മൾ പൊടിച്ചു വച്ചിരിക്കുന്ന കുരുമുളക്, അത് അതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിന് ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് നമ്മൾ കുറച്ച് ആഡ് ചെയ്താൽ മതി. കാരണം നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് സോയാ സോസ് ആഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് ഓൾറെഡി കുറച്ച് ഉപ്പ് ഇതിൻ്റെ അകത്ത് കാണും. അതുകൊണ്ട് നമ്മൾ ഉപ്പ് നോക്കി ആഡ് ചെയ്യുക. എന്നിട്ട് ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മളതിനെ മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ്. ഒരു 20-25 മിനിറ്റ്സ് നമ്മളതിനെ മാരിനേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കുക. അപ്പോൾ ഇതിൻ്റെ ഈ അരപ്പെല്ലാം അതിൻ്റെ അകത്ത് നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. നല്ല ടേസ്റ്റി ആയിരിക്കും നമ്മൾ ഇതിനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴേക്കും. അതുകൊണ്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് ഉറപ്പായിട്ടും വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ഫ്രൈങ് പാൻ എടുത്ത് അതിൻ്റെ അകത്തേക്ക് എണ്ണ ഒഴിച്ച് നമ്മൾ സാധാരണ ചിക്കൻ നമ്മൾ വറുത്തെടുക്കില്ലേ, അതുപോലെ ഇതിനെ ഒരു 75% വറുത്തെടുക്കുക. ബാക്കിയുള്ളത് നമ്മൾ ഇതിനെ ഗ്രേവിയിലിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിനെ ബാക്കി 25% കൂടെ നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പം നമുക്ക് ഈ തിളച്ച് കിടക്കുന്ന എണ്ണയിലേക്ക് നമ്മളിങ്ങനെ ചിക്കൻ എടുത്തിട്ട് നന്നായിട്ട് വറുത്ത് എടുക്കുക. അതിന് എല്ലാം കൂടി ഒറ്റ സെറ്റിന് തന്നെ വറുക്കണമെന്നില്ല. എനിക്കിപ്പോൾ ഒരു 3-4 സെറ്റ് അടിക്കേണ്ടി വന്നു വറുക്കാൻ വേണ്ടിയിട്ട്. വറുത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അടുത്ത് നമുക്ക് ഇതിൻ്റെ ഗ്രേവി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എണ്ണ ഒഴിക്കുക. എണ്ണ ഒഴിച്ച് അത് ചൂടായി കഴിയുമ്പോഴത്തേക്കിനും അതിൻ്റെ അകത്ത് എൻ്റെ കയ്യിൽ വെളുത്തുള്ളി ഉണ്ടായിരുന്നു, അതിനെ ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് ചേർത്തിട്ടുണ്ട്. സവോള ഞാൻ ഇങ്ങനെ ക്യൂബ്സ് ആയിട്ടാണ് അരിഞ്ഞേക്കുന്നത്. നമ്മൾ ചില്ലി ചിക്കനിൽ ക്യൂബ്സ് ആയിട്ടാണ് സവോള നമ്മൾ ഇടാറ്. അപ്പോൾ അങ്ങനെ അരിയുക. ഒരുപാടൊന്നും നമ്മൾ അതിനെ സോട്ട് ചെയ്യേണ്ട, കുറച്ചൊന്ന് നമ്മളിതിൻ്റെ അകത്ത് തീക്കകത്തിട്ടൊന്ന് ഇതാക്കി ചൂടാക്കി എടുക്കുക. അതിനുശേഷം ഇതേപോലെ ഗ്രീൻ ആൻഡ് റെഡ് ക്യാപ്സിക്കം ഉണ്ടായിരുന്നു, അത് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. ഒരുപാടിട്ട് നമ്മൾ വഴറ്റി അതിൻ്റെ കളറൊന്നും കളയണ്ട. ഇതിന് ശേഷം നമുക്കിതിൻ്റെ അകത്തേക്ക് നമുക്ക് അടുത്തതായിട്ട് ആഡ് ചെയ്യേണ്ടത് ചില്ലി സോസാണ്. ഒരു ടീസ്പൂൺ ചില്ലി സോസ് ഞാൻ അതിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ സോയ സോസും ഞാൻ അതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ചുകൂടി ആഡ് ചെയ്തോളൂ, കാരണം ഇതിൻ്റെ അകത്ത് സോയ സോസിൻ്റെ ഒരു ടേസ്റ്റ് കുറച്ചുകൂടെ കൂടുതൽ നിൽക്കുന്നത് നല്ലതാണ് നമ്മുടെ ചില്ലി ചിക്കൻ്റെ അകത്ത്. എന്നിട്ട് ഈ നമ്മൾ ആഡ് ചെയ്തേക്കുന്ന ഇതിൻ്റെ അകത്തുള്ള ഈ വെജിറ്റബിൾസിൻ്റെ കളറൊന്നും അധികം നമുക്ക് പോവാതെ നമുക്കിതിനെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. തീ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിരുന്നാൽ മതി. ഒരുപാട് ലോ ഫ്ലെയിം ഇട്ട് കഴിയുമ്പോഴേക്കും അത് ഒരുപാട് അങ്ങ് വഴണ്ടു പോവും. അതിന് ശേഷം നമുക്കിതിൻ്റെ അകത്ത് പെപ്പർ പൗഡർ ആഡ് ചെയ്യാനുണ്ട്. പെപ്പർ പൗഡർ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് സോട്ട് ചെയ്യുക. നമുക്ക് വേണമെങ്കിൽ ഈ സമയത്തേക്ക് ഈ സോയാ സോസ് ഇട്ടേക്കുന്ന കാരണം നമുക്ക് ഉപ്പിൻ്റെ ആവശ്യം പിന്നെ വരില്ല. എന്നാലും ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് കുറച്ചുകൂടെ ഉപ്പിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കൊടുക്കാം. പിന്നെ ഈ ഫ്രൈഡ് റൈസിൻ്റെ കൂട്ടത്തിൽ ഈ ചില്ലി ചിക്കൻ എന്ന് പറയുന്നത് വളരെ ബെസ്റ്റായിട്ടുള്ളൊരു കോമ്പിനേഷനാണ് കേട്ടോ. ഇതൊന്ന് കുറച്ചൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കാം. ഞാൻ സ്പ്രിംഗ് ഓണിയൻ ആഡ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന സ്പ്രിംഗ് ഓണിയനും കൂടി ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. പോരാത്ത ഉപ്പും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ഇടാനുള്ള സമയമായിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഈ ചിക്കൻ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്തിട്ട് അതിനെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക.
ഒരു ഇതിൻ്റെ അകത്ത് നമ്മൾ സാധാരണ ചിക്കൻ കറി വെക്കുമ്പോഴത്തേക്കിനും വെള്ളം ഇറങ്ങുന്ന പരിപാടിയൊന്നും ഇതിൻ്റെ അകത്തില്ല. കാരണം നമ്മൾ ഫ്രൈഡ് ചിക്കനാണ് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരിതില്ല. പിന്നെ 75% മാത്രമേ ഇതിൻ്റെ അകത്ത് നമ്മൾ വെന്തിട്ടുള്ളൂ. ബാക്കിയുള്ള പോർഷൻ നമ്മൾ ഇതിൻ്റെ അകത്ത് കിടന്ന് വേവാനുണ്ട്. കുറച്ച് ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം നമ്മളിതിനെ തുറന്ന് നോക്കുക. നമ്മുടെ ചില്ലി ചിക്കൻ നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. ഫൈനലി നമ്മൾ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യേണ്ടത് കോൺഫ്ലോർ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് അതിനെ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. കോൺഫ്ലോർ ആഡ് ചെയ്തൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു 2 മിനിറ്റ്സും കൂടെ വെയിറ്റ് ചെയ്താൽ മതി. നമ്മുടെ ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ടായിരിക്കും. നല്ല ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണ്. ഇതിനെ നിങ്ങൾ നിങ്ങളുടെ ഫ്രൈഡ് റൈസ് നിങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫ്രൈഡ് റൈസിൻ്റെ കൂടെ നിങ്ങളൊന്ന് കഴിച്ചു നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണിത്. എന്തായാലും നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്നെ കമൻറ്റിലൂടെ അറിയിക്കുക. വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് നല്ല സുന്ദരമായ ഒരു പ്ലേറ്റിലേക്ക് ആദ്യം നിങ്ങളുടെ കയ്യിൽ ഏത് പിക്കിളാണോ അവൈലബിൾ ആയിട്ടുള്ള ആ പിക്കിൾ എടുത്തിടുക. അതിനുശേഷം നമുക്ക് നമ്മുടെ ഫ്രൈഡ് റൈസിനെ നമുക്ക് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈഡ് റൈസ് നമ്മൾ സെർവ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ചില്ലി ചിക്കൻ നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചില്ലി ചിക്കനും കൂടെ ആഡ് ചെയ്തിട്ട് ആ ചില്ലി ചിക്കൻ്റെ ആ റെഡ് കളർ ക്യാപ്സിക്കം, ഗ്രീൻ കളർ ക്യാപ്സിക്കം എല്ലാം നമുക്ക് അതിൻ്റെ അകത്ത് ഇങ്ങനെ വിസിബിൾ ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ കിടക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ അധികം അതിനെ വഴറ്റി അതിൻ്റെ കളറൊന്നും കളഞ്ഞിട്ടില്ല. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈഡ് റൈസും ചില്ലി ചിക്കൻ വിത്ത് ദ ടേസ്റ്റി ഗാർലിക് പിക്കിൾ റെഡിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ നോമ്പ് മാസത്തിൽ വളരെയധികം